കേരള മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജാഥയുടെ ആദ്യഘട്ടത്തിന് ഗുരുവായൂരിൽ സമാപനമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോഴിക്കോട് നിന്നാരംഭിച്ച് വടക്കൻ ജില്ലകളിലൂടെ പ്രയാണം നടത്തിയ സംസ്ഥാന ജാഥയുടെ സമാപനം ശനിയാഴ്ച ഗുരുവായൂരിലാണ് നടക്കുന്നത്. നാടെങ്ങും മദ്യമൊഴുക്കി കുടുംബം തകർത്ത LDFന് വോട്ടില്ല എന്ന മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മദ്യനിരോധന സമിതി സംസ്ഥാന ജാഥ സംഘടിപ്പിക്കുന്നത്. ഉച്ചകഴിഞ്ഞ് കേച്ചേരി, പാവർട്ടി എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷമാണ് ഗുരുവായൂരിൽ സമാപനം നടക്കുക. 2016 കേവലം 29 ബാറുകളുണ്ടായിരുന്ന കേരളത്തിൽ 10 വർഷം പിന്നിടുമ്പോൾ 33 ഇരട്ടി ബാറുകളാണ് LDF സർക്കാർ വർദ്ധിപ്പിച്ചത്. മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കാൻ സഹായകരമായ നയമായിരിക്കും സ്വീകരിക്കുക എന്ന് പ്രകടന പത്രികയുടെ 552 ഖണ്ഡികയിൽ ഉറപ്പു നൽകിയ LDF കേരളത്തെ മദ്യശാലകൾ കൊണ്ട് നിറച്ചു. UDF അധികാരത്തിൽ വന്നാൽ മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കുമെന്ന് മദ്യനിരോധന സമിതിയുടെ സമരപ്പന്തൽ സന്ദർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും ഉറപ്പു നൽകി. എന്നാൽ ബാറുകളെ ഏറ്റവും വലിയ വരുമാന മാർഗമായാണ് LDF സർക്കാർ കാണുന്നത്. നിരവധി കുടുംബങ്ങളെ കണ്ണീരിലാഴ്ത്തുന്ന മദ്യമെന്ന വിപത്തിനെ ചെറുക്കാൻ UDF അധികാരത്തിലെത്തേണ്ടത് അനിവാര്യമാണ്. അബ്കാരികൾക്ക് അനുകൂലമായി നിയമങ്ങൾ മാറ്റിക്കൊടുത്തും നിയമലംഘനത്തിനെതിരെ കണ്ണടച്ചും സർക്കാരും LDFും മദ്യലോബിക്ക് കൂട്ടുനിൽക്കുകയാണ്. നാടെങ്ങും മദ്യമൊഴുക്കി കുടുംബം തകർത്ത LDFന് വോട്ടില്ല എന്ന സന്ദേശവുമായി കേരള മദ്യനിരോധന സമിതി നടത്തിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാന ജാഥയുടെ സ്വീകരണ യോഗങ്ങൾ ശനിയാഴ്ച രാവിലെ വടക്കാഞ്ചേരിയിലും കുന്നംകുളത്തും നടന്നു. ഉച്ചകഴിഞ്ഞ് കേച്ചേരിയിലും പാവർട്ടിയിലും ഗുരുവായൂരിലുമാണ് നടക്കുന്നത്. കേരള മദ്യനിരോധന സമിതി സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ, ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ, PM ഹബീബുള്ള, ആന്റണി പന്തല്ലൂക്കാരൻ, ജോസ് ചെമ്പിശ്ശേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.